ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം. ഈ പൊടിയിൽ എല്ലായിടത്തും ഉപ്പ് ആവണ പോലെ മിക്സ് ചെയ്ത് എടുക്കുക. ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഞാൻ പകുതിയായിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ടീസ്പൂണോട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതേ കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്തിട്ട് ഞാനിത് നന്നായിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ അത്ര കട്ടിയിൽ കുഴക്കേണ്ട, കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് കുഴച്ച് ഒരു സോഫ്റ്റായിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് നാളികേരം ചെരുകിയതും 1/2 കപ്പ് ശർക്കര പൊടിച്ചതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. മധുരം ഇഷ്ടമുള്ളവരാച്ചെങ്കിൽ കുറച്ചുകൂടി ശർക്കരപ്പൊടി ചേർത്തോളൂ. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു വാഴലയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഗോതമ്പ് മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കയ്യമ്മ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വെള്ളത്തിൽ നമ്മുടെ 4 വിരൽ മുക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. കണ്ടോ, വെള്ളത്തിൽ മുക്കിയ കാരണം ഈ ഗോതമ്പ് മാവ് നമ്മുടെ കയ്യിലൊന്നും പിടിക്കില്ല. ഇനി ഇത് നമുക്ക് 4 വിരലുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഈ ഇലയിൽ മുഴുവൻ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. തിക്കായിട്ട് പരത്തരുത്, നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. അത് നന്നായിട്ട് ഈ 4 വിരൽ കൊണ്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കനം കുറച്ച് ഇലയിൽ മുഴുവനായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ചില അരികുവശമൊക്കെ നന്നായിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കനം കുറച്ചാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിത് ആ കോക്കനട്ടിൻ്റെ മിക്സ്, അതായത് നാളികേരവും ശർക്കരയും ഒക്കെ കൂടിയിട്ടുള്ള ആ മിക്സ് ഇതിൻ്റെ നടുക്കിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലായിടത്തും പരത്തിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നടുക്കിൽ മാത്രമാണ് മിക്കവരും വെച്ച് കൊടുക്കുക, പക്ഷേ ഞാനിത് എല്ലായിടത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലേ അത് ഏത് വശത്തു നിന്ന് കടിക്കുമ്പോഴും നമുക്ക് നല്ല മധുരം കിട്ടണമല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പരത്തിയിട്ടാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് എല്ലാം നമുക്ക് അതുപോലെ ആയി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് 2 സൈഡും പിടിച്ചിട്ട് നമുക്കതിനെ ഒന്ന് മടക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ അതവിടെ ഒട്ടിയിട്ട് അത് കറക്റ്റായിട്ട് ഇരിക്കും കേട്ടോ. കണ്ടോ, ഇതുപോലെ നമ്മളിത് ചെയ്തെടുക്കണം. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റണ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇത്. ഇപ്പം ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു പാൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി വെച്ചതാണ്. ഇതിലേക്ക് ഞാൻ ഈ സ്നാക്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് 2 മിനിറ്റ് വേവിച്ചെടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് ഒരു ഭാഗം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് മറച്ചിട്ടിട്ട് മറ്റേ ഭാഗം ഒരു 10 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അതുണ്ട്, ഇല ഇങ്ങനെ വിട്ടുപോരും, അതാണ് അതിൻ്റെ ഭാഗം. അപ്പം നമുക്കിത് എടുത്ത് മാറ്റാം. എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. പിള്ളേർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. ഇപ്പോൾ ഇതേ എല്ലാം ഞാൻ ഇതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണമാണ് ഇത് തുറക്കുമ്പോൾ തന്നെ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പലഹാരം നമ്മുടെ ഓട്ടടയാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.